എങ്ങനെയുണ്ട് മാർക്കോ? അടിപൊളിയാണ്. ഈ ഇടക്കാലങ്ങളിൽ ഏറ്റവും നല്ല വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട്? പടത്തിലെ വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. ഇതുവരെ ഇത്രയും വയലൻസ് ഉള്ള ഒരു സിനിമ കണ്ടിട്ടില്ല. എടുക്കാൻ പറ്റാതിരുന്നല്ല അങ്ങനെ അതെ, നല്ല വയലൻസാ. പേടിച്ചായിരുന്നോ? ഇല്ലില്ല, കുഴപ്പമില്ല. എന്താ ഫൈറ്റിംഗ് കാര്യമൊക്കെ എങ്ങനെയുണ്ട്? ഉണ്ട് നല്ല ഫൈറ്റ്. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. ഫുൾ വയലൻസാ, പക്ഷെ കൊള്ളായിരുന്നു. അത് കണ്ടിരിക്കാൻ പറ്റിയായിരുന്നു. അത് എപ്പോഴെങ്കിലും കണ്ണ് മാറ്റേണ്ടി ഇല്ലില്ല, കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? മലയാളത്തിൽ ആദ്യമായിട്ടാണ് വയലൻസ്? മലയാളത്തിൽ ആദ്യമായിട്ടാണ്. ബട്ട് ഓക്കെ, നമ്മൾ ഇതിനെക്കാട്ടൊക്കെ വലുത് കണ്ടിരിക്കുന്നത് അങ്ങനെയല്ല, നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഒരു വയലൻസ് പടമാണല്ലോ, അപ്പോൾ പ്രതീക്ഷയായിരുന്നു എത്രത്തോളം ഒരു വയലൻസ്? പ്രതീക്ഷിച്ചിട്ടാ വന്ന്. പേടിച്ചായിരുന്നു സ്ക്രീനിൽ നിന്ന്? ഇല്ല, അങ്ങനെ ഇല്ലല്ലോ, ഒന്നും തോന്നിയില്ല. ഭയങ്കരമായിട്ടുള്ള ധൈര്യമുള്ള ഒരാളെ? അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ബ്രോ എങ്ങനെയുണ്ട്? മാർക്കോ എങ്ങനെയുണ്ട്? സെറ്റാട്ടോ. സെറ്റാണ്. എന്താണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നാണ് ഇവിടുത്തെ? കൊള്ളാട്ടോ, അടി ഇടിയല്ല. പക്ഷേ ഉണ്ണിമുഖനെ ആദ്യമായിട്ടാണ് ഈ ഒരു മോഡൽ കാണുന്നത്. കൊള്ളായിരുന്നു. വില്ലൻ എങ്ങനെയുണ്ട്? വില്ലനായിരുന്നു ഇത്തിരി കൂടെ ഹൈപ്പ് ഏറിയ. പക്ഷെ വയലൻസ് പ്രതീക്ഷിച്ചായിട്ട് അത്ര ഒന്നും ഇല്ല. ഇത്രയ്ക്ക് ഇതൊന്നും ഹൈപ്പ് ഏറ്റതിൻ്റെ അത്ര വയലൻസ് ഒന്നും ഇല്ലായിരുന്നു. കുറച്ചുകൂടെ കാണായിരുന്നു. നമ്മൾ കണ്ട വെച്ച് നോക്കുമ്പോൾ വയലൻസ് അത്ര. മലയാളത്തിൽ ഇത് ആദ്യം. സൂപ്പറാണ്. എന്താണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു സിനിമയിൽ? ആക്ഷൻ തന്നെ. പിന്നെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? ജഗദീഷ് ചേട്ടൻ്റെ, ഉണ്ണിയുടെ, വില്ലൻ്റെ എല്ലാം അടിപൊളിയാണ്. ഭയങ്കര ബാലൻസ് ആണ്. കാണാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും വയലൻസ് ആണ്, ഭയങ്കര വയലൻസ് ഉണ്ട്. പ്രത്യേകിച്ച് മറ്റേ അഭിമന്യു തിലകൻ്റെ അഭിനയം നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ജഗദീഷിൻ്റെ അഭിനയവും നല്ല അടിപൊളിയായിട്ടുണ്ട്. ബിജിഎം ഒരു രക്ഷയില്ല. ബിജിഎം നല്ല അടിപൊളി ബിജിഎം. എന്താ പറയുക? എങ്ങനെയാണ് ഇത്ര പൂർവ്വം ധൈര്യപൂർവ്വമായിട്ടൊന്ന് കണ്ടത്? സൂപ്പർ നല്ല പടം. പെർഫോമൻസ് അടിപൊളി, നല്ല സ്ക്രീൻ. ഉണ്ണിമുന്തൻ ജഗദീഷൊക്കെ ഓക്കെ, വില്ലൻ വേറെ ലെവൽ. അയ്യോ അടിപൊളിയാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു മൂവിയിൽ വയലൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വേറെ ലെവലായിരുന്നു. റോക്കി ബൈ വയലൻസ് എന്ന് പറയുന്നതാണ്. ഇതാണ് വയലൻസ്, അങ്ങനെയാണോ? അല്ല, അത് വേറൊരു കോൺസെപ്റ്റ്, ഇത് വേറൊരു കോൺസെപ്റ്റ്. ഇത് വീട്ടിലായിരുന്നു ഫുള്ള്. ആ രീതി വെച്ച് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റണമെന്നില്ല. അത്രയ്ക്ക് നല്ല മൂവിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വയലൻസിൻ്റെ മാസ് പടമായിരുന്നു. എന്താണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ഈ മൂവിയിൽ? ആക്ഷൻ തന്നെ. അതെ, ഫുൾ ആക്ഷൻ ആയിരുന്നു. പെർഫോമൻസ് എങ്ങനെയുണ്ട് എല്ലാവരുടെ? പ്രത്യേകിച്ച് വില്ലൻ കുഴപ്പമില്ല. ജഗദീഷ് കൊള്ളാം. ഇതുവരെ കാണാത്തൊരു തരം ജഗദീഷ് ചേട്ടനാണ്. അതെ, അത് സർപ്രൈസ്. എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ഓവറോൾ എങ്ങനെയുണ്ട്? ഓവറോൾ കാണാം. റേറ്റഡ് മൂവിയാണ്. വയലൻസ് കൂടുതലാണ്, ചോരയാണ് മൊത്തം. അടിപൊളിയാ. ഇഷ്ടമായിട്ട് ഫുള്ള് വയലൻസ് കൊള്ളാം. നല്ല വയലൻസ് ഒരു പടം. ഇത്രത്തോളം വയലൻസ് പ്രതീക്ഷയായിരുന്നു കേരളത്തിന് മുന്നേ? ഇല്ല. മലയാളത്തിൽ ഇതിനു മുന്നേ ഇത്രയും വയലൻസ് ഉള്ള ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു? ഇല്ല. എങ്ങനെയാണ് മൊത്തത്തിൽ സിനിമ? എങ്ങനെ കൊള്ളാം. എല്ലാവർക്കും വന്ന് കാണാം. പിള്ളേരെ ഒഴിവാക്കാൻ നല്ലത്. ഫാമിലി കുഴപ്പമില്ല, പിള്ളേരെ ഒഴിവാക്കാൻ നല്ലത്. നല്ല പടമാണ് കാണാൻ. എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. അങ്ങനെയാണോ? വയലൻസ് ഇഷ്ടം കാണാം. എങ്ങനെ എപ്പോഴെങ്കിലും കണ്ണെടുത്ത് മാറ്റിയായിരുന്നു അങ്ങനെ കാണാൻ പറ്റാത്ത അത്രയും ഭയങ്കര ബ്രൂട്ടാലിറ്റി ആയിട്ടുള്ള ചില രംഗങ്ങൾ? എങ്ങനെയുണ്ട് പെർഫോമൻസ്? എങ്ങനെയുണ്ട്? നല്ല പടം. ഉണ്ണി അല്ലാണ്ട് വേറെ ആരെങ്കിലും ഇതിൽ വന്നാൽ എങ്ങനെ? അങ്ങനെ ഒരു അത് ഉണ്ണി തന്നെയാണോ? പക്ക. ഓക്കെ.